അരേലിയ പ്ലാന്റ്സ് കിളിർപ്പിച്ചെടുക്കാൻ വേണ്ടി നമ്മളെപ്പോഴും അതിൻ്റെ ഏറ്റവും തുമ്പായിട്ടുള്ള ഏറ്റവും ചെറിയ കമ്പ് മാത്രം എടുത്തിട്ട് വെക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. ഒരെണ്ണം പോലും നഷ്ടപ്പെടാതെ നമുക്കതെല്ലാം കിളിർത്ത് കിട്ടും. ഇനി ഈ വ്യത്യാസം നോക്കൂ, ഇത് കുറച്ചുകൂടി നല്ല മെച്ചുവേർഡായിട്ടുള്ള കമ്പുകൾ കുത്തിയിട്ട് പിടിപ്പിച്ചതാണ്. ഇത് കുറേ ദിവസം പിടിക്കുന്നു കിളിർത്ത് വരാനായിട്ട്. ചിലപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ മെച്ചുവേർഡായിട്ടുള്ള കട്ടിങ്സ് എടുത്തിട്ട് വെച്ച് കഴിയുമ്പോൾ ഇതുപോലെ അത് ഫസ്റ്റ് തന്നെ അതെല്ലാം ഒന്ന് ഉണങ്ങി കരിഞ്ഞു പോയിട്ട് പിന്നീടാണ് അത് കിളിർക്കുക. ശരിക്കും പറഞ്ഞാൽ നമ്മളിത് അരേലിയ പ്രൂൺ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ തുമ്പുകൾ മാത്രം മതി ഇതിന് നമുക്ക് കിളിർപ്പിച്ചെടുക്കാൻ. ഇത്രയുള്ള കമ്പുകൾ മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗത്തുള്ള ഇലകളൊക്കെ ഇതുപോലെ അങ്ങനെ വലിച്ച് കളഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഈ കമ്പ് ഇതുപോലെ നനച്ച് മണ്ണ് സെറ്റാക്കിയിട്ടുള്ളൊരു ഭാഗത്ത് നമുക്കിതുപോലെ കുത്തി കൊടുക്കാം. ഇതേപോലെ ഓരോ കമ്പുകളും നമുക്ക് ഇങ്ങനെ താഴെയുള്ള ഇലകളൊക്കെ മാറ്റി കളഞ്ഞിട്ട്, താഴെയുള്ള ഇലകൾ മാറ്റണമെന്ന് വെച്ചാൽ അത് അവിടെ ഇലകളിരുന്ന് ചിലപ്പോൾ അത് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് താഴെയുള്ള ഇലകൾ നമ്മൾ കളയണത്. ഇതേപോലെ നമ്മളിങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കമ്പുകൾ ഇങ്ങനെ അടിയിലെ ഇല മാറ്റിയിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരെണ്ണം പോലും പോലെ എല്ലാം വേര് പിടിച്ചിട്ട് നമുക്ക് കിട്ടും. നല്ല ബുഷിയായിട്ട് നല്ല ബോൾ ഷേപ്പിൽ നമുക്കതിനെ വെട്ടിയെടുക്കാനും പറ്റും. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് നമ്മൾ പ്ലാന്റ്സുകളുടെ കുത്തിപ്പിടിപ്പിച്ച് കഴിഞ്ഞു. ഇനി ഇത് ഒരു 4 ദിവസം ഒരു ഷെയ്ഡിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള ഇല പോലും കൊഴിഞ്ഞു പോവാതെ പിന്നെ പുതിയ ഇലകൾ ഇതിൻ്റെ ഒപ്പം തന്നെ പുതിയ ഇലകൾ കിളിർത്ത് വരികയും ചെയ്യും.